ഞാൻ മറ്റേ ഓക്കെ ബ്രൈഡ് എന്ന് പറഞ്ഞ പടം കണ്ടൂടെ, ഇന്നലെ കണ്ടു. ദ ബ്രൈഡ്, നമ്മുടെ ക്രിസ്ത്യൻ ബെല്ലിൻ്റെ ഒരു പടം. എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് കഷ്ടിച്ചാണ് ഞാനതൊക്കെ പടം കിട്ടിയത്. എനിക്ക് ഐമാക്സ്, അത് ഫിലിം 4 ഐമാക്സ് ഫിലിം ആട്ടോ. 1.43:1 റേഷ്യോയിൽ എടുത്തേക്കുന്നത്. ആ ഒരു ഇതിൽ റേഷ്യോയിൽ പടം കുറച്ച് കിട്ടാറുള്ളൂ. കിട്ടുവാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ അതിനുള്ള ഐമാക്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കാം. മറ്റേ അഹമ്മദാബാദിലൊരു ഐമാക്സ് ഉണ്ട്, ഐമാക്സ് സ്ക്രീൻ ഉണ്ട് 1.43:1 ഉള്ള സ്ക്രീൻ. പക്ഷെ അതൊരു സയൻസ് സിറ്റി സംതിങ് ആണ്. അവിടെ കൊമേഴ്ഷ്യലി മൂവീസ് റൺ ചെയ്യാറില്ല, ഡോക്യുമെൻ്ററിയും പരിപാടികളും. ഒരു സയൻസ് സിറ്റിയാണത്. പിന്നെ 1.43:1 അടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ കോയമ്പത്തൂർ ഐമാക്സ് ആണെങ്കിലും ട്രിവാൻഡ്രം, കൊച്ചി, ചെന്നൈ ഐമാക്സ് എന്നൊക്കെ പറഞ്ഞ് 1.90:1 റേഷ്യോയുടെ കണക്കിലാണുള്ള സ്ക്രീനാണ്. പിന്നെ അതിലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ നാട്ടിലെത്തി പോണ്ടിയായിരുന്നു. നാട്ടിലെത്തിയിട്ട് സെൻട്രൽ സ്ക്വയറിൽ ഷോ ഓടിയില്ല, മോർണിംഗ് ഷോ ഓടിയില്ല, വൈകുന്നേരത്തെ ഷോ ഓടിയില്ല. പടം ഫസ്റ്റ് ഡേയുടെ അവസ്ഥയാണ് പറയുന്നത്. ഇതൊരു പൊട്ടപ്പടമാണെങ്കിൽ പിന്നീട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഓക്കെ. ക്രിസ്ത്യൻ ബെയിലിൻ്റെ ഒരു പടം ആദ്യത്തെ ദിവസത്തെ അവസ്ഥയാണ്. രാത്രിയത്തെ ഷോ, രണ്ടാമത്തെ ഷോ ഞാൻ പോയില്ല. കാരണം എൻ്റെ ഓൺലൈൻ നോക്കുമ്പോൾ പറയാൻ പറ്റും, 1-2 പേരെ ബുക്ക് ചെയ്തിട്ടുള്ളൂ, ഓടില്ല. ഈവനിങ് ഷോ, നൈറ്റ് ഷോ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ചെന്ന് അവരെന്നോട് ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പണ്ടാറടങ്ങാൻ ഓടില്ലെന്ന് തോന്നുന്നു. അവസാനം ഓടി. ഞാൻ ഒരാളും കൂടി വന്നുകൊണ്ടാണ് പടം ഓടിയത്, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനിരിക്കുന്നൊരവസ്ഥയായിരുന്നു. ഒരാളും കൂടി ആയപ്പോൾ ഒരു 4-5 പേരുണ്ട്. അന്നപ്പോൾ അങ്ങ് പടം പ്ലേ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഐമാക്സിൽ കാണുന്നത്. അല്ലേ ഇതിപ്പോൾ നോർമൽ സ്ക്രീനിൽ പോയി കാണേണ്ട ഗതികേടായേനെ. ഓക്കെ, ടിക്കറ്റ് പ്രൈസും കുറവായിരുന്നു, 340 റുപ്പീസാണ്. കൊച്ചി ഐമാക്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ക്രിസ്ത്യൻ ബെയിലിൻ്റെ പടമായതുകൊണ്ട് ഈ പടം ഇറങ്ങുമ്പോൾ ഒരു 600-700 രൂപ കൊച്ചി ഐമാക്സിൽ വരുമെന്നാണ് വിചാരിച്ചത്. തീരെ ആളില്ല. പടം ഇറങ്ങി സ്റ്റാർട്ടിങ് ടൈം തൊട്ട് തന്നെ 340 റുപ്പീസ് ഇവർ ഇട്ടേക്കുന്നത്. ആൾക്കാരില്ലാത്തതുകൊണ്ടാണ്. 340 കൊടുത്തിട്ട് ഞാൻ ഈ പടം പിന്നെ കാണുന്നു. ഓക്കെ, അപ്പോൾ പടം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ കണ്ടിരിക്കുക. ഐമാക്സിൽ കണ്ടുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പടത്തിൽ പറയുന്ന മറ്റേ സാധനമൊക്കെ തന്നെ ഏതാണ് ഈ ഇൻഡിപെൻഡൻറ്റ് വുമൺ, അല്ലെങ്കിൽ ആ ഒരു എനിക്ക് മനസ്സിലായത് ആ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. പാട്രിയാർക്കൽ സൊസൈറ്റിയും ആ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് പടത്തിൽ. ട്രെയിലറിൽ കണ്ട പോലെ ഒരു ബ്രൈഡ്, ക്രിസ്ത്യൻ ബെയിലും പിന്നെ ജെസ്സി ബക്ലി, അപ്പോൾ രണ്ടുപേരും അഭിനയിച്ചിരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ കുഴിച്ചെടുക്കുന്നു, ആ മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കുന്നു, സയൻറ്റിസ്റ്റ് ജീവൻ കൊടുക്കുന്നു. കാരണം ക്രിസ്ത്യൻ ബെയിലിലെ ക്യാരക്ടർ ഫ്രാങ്കസ്റ്റൈൻ ഒരു മോൺസ്റ്ററാണ്. ഇങ്ങേർക്ക് പ്രണയിക്കാൻ ഒരാൾ വേണം. ഓക്കെ, അങ്ങനെ ജീവൻ കൊടുക്കുന്നു. രണ്ടുപേരുടെ പ്രണയക്കഥ, ഹൊറർ റൊമാൻറ്റിക് പടം എന്നൊക്കെ പറയാം. ഹൊറർ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഹൊറർ അല്ല. ഏത് കോൺജറിങ്ങും മറ്റേ ആ ടൈപ്പ് പേടിച്ചിരുന്ന് കാണുന്നൊരു ടൈപ്പ് ഹൊറർ അല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഹൊറർ എന്ന് പറയുമ്പോൾ ഒരു അതിൻ്റെ ഇത് ആ ടൈപ്പ് ഓഫ് ഹൊറർ അല്ല. ഇതൊരു നമ്മുടെ നൊസ്ഫെറാത്തു പടം കഴിഞ്ഞ പോലെ ഇറങ്ങിയ നൊസ്ഫെറാത്തു ഉണ്ടായല്ലോ, റോബർട്ട് എഡ്ഗേഴ്സിൻ്റെ. അതൊക്കെ പോലെ ഒരു ഗോത്തിക് ഹൊറർ മൂവി. മെയിൻ റൊമാൻസ് ആണ്, അതിലൂടെ ഈ പൊളിറ്റിക്സ് അവതരിപ്പിക്കുക. ഇപ്പോൾ പടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, മരിച്ചൊരാൾക്ക് പെണ്ണിന് ജീവൻ വെച്ചുകൊണ്ട് അവളുടെ പാസ്റ്റ് എന്താണെന്നറിയില്ല, ഐഡൻറ്റിറ്റി അറിയില്ല, അവൾ ആരാന്നറിയില്ല. അപ്പോൾ ഐഡൻറ്റിറ്റിയും പാസ്റ്റും ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നു. ഇതാണ് കഥ. അതിൻ്റെ ഇടയിൽ ഇവർ കുറേ അൽക്കുലത്തൊക്കെ ഒപ്പിക്കുന്നു. ആൾക്കാർ ഇവരുടെ പിറകെ വരുന്നു, ഇവരുടെ ഓടുന്നു. ഓരോ പണി ഒപ്പിച്ചിട്ട് ഇങ്ങനെ ഓടുക, പോലീസുകാരും നാട്ടുകാരൊക്കെ പിറകെ. അപ്പോൾ അതിൻ്റെ ഉള്ള ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാനും നടക്കുന്നു, ഇവൾ ആരാണ് എന്താണെന്ന്. അതാണ് പടം. പിന്നെ പടത്തിൽ ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി, മെൻ ആണ് മേലെ നിൽക്കുന്ന എന്നൊരു സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അവസാനം ഇവളുടെ ക്യാരക്ടർ ഒരു വോയിസ് ആകുന്നു എഗെയിൻസ്റ്റ് ഇവർക്ക്, ഈ ഒരു സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു വോയിസ് ആകുന്നു. ആ രീതിയിലാണൊക്കെയാണ് പടം അവസാനിപ്പിക്കുന്നത്. അതായത് എനിക്ക് മറ്റേ ബാർബി കണ്ട അവസ്ഥ തോന്നി. ബാർബിയുടെ അവസാനം എങ്ങനെയായിരുന്നു? ഈ പടത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ ഇവൾക്കുള്ള ഐഡൻറ്റിറ്റി കിട്ടും, പക്ഷെ അതല്ല, അല്ലെങ്കിൽ ഫ്രാങ്കസ്റ്റൈൻ്റെ ബ്രൈഡല്ല, ബ്രൈഡ് എന്നൊരു പേരാണ് നിൻ്റെ. ആ ഒരു ടൈറ്റിൽ ഇവൾക്ക് കിട്ടും. അതായത് ഇപ്പോൾ ബാർബിയുടെ കേസ് പറഞ്ഞാൽ ബാർബി സിനിമയുടെ അവസാനം കെന്നും ബാർബി എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതല്ലാണ്ട് ബാർബിക്ക് ഒരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി കൊടുക്കുന്നുണ്ട് ആ പടത്തിൽ. എന്നിട്ട് ബാർബിയുടെ ലൈഫ് പിന്നെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതാണ്, കെന്നിൻ്റെ ലൈഫ് ജീവിക്കുന്നു. ആ ഒരു ഇതായിട്ടാണ് ബാർബി സിനിമയുടെ ക്ലൈമാക്സ് വരുന്നത്. ബാർബി ആൻഡ് കെൻ, അല്ലെങ്കിൽ കെൻ ആൻഡ് ബാർബി അല്ല, ബാർബി വേറെയാണ്. മീൻസ് അങ്ങനത്തെ ഒരു
സംഭവം എനിക്ക് ഫീൽ ചെയ്തു ഈ പടത്തിൽ. കാരണം ഈ പടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പടം ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ 1935 ഒരു പടമുണ്ട്, ബ്രൈഡ് ഓഫ് ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞ പടമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു നോവലാണ്. ഫ്രാങ്കസ്റ്റൈൻ 1918 അത് നമ്മുടെ മേരി ഷെല്ലി ആളെഴുതിയ നോവലാണ് 1918 ഫ്രാങ്കസ്റ്റൈൻ. ഓർ എന്താ പറയുക, മോഡേൺ പ്രൊമിത്യൂസ്. ആ നോവലിൽ നിന്ന് 1935 സിനിമ വന്നിട്ടുണ്ട്, ദ ബ്രൈഡ് ഓഫ് ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞ പടം വന്നിട്ടുണ്ട്. ആ പടത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ദ ബ്രൈഡ് എന്ന് വന്നിരിക്കുന്നത്. പക്ഷെ ഓഫ് ഫ്രാങ്കസ്റ്റൈൻ എന്നൊരു ഇത് കട്ട് ചെയ്തു, ദ ബ്രൈഡ് എന്ന് മാത്രമേ ഇവിടെ ടൈറ്റിൽ കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഈ പടത്തിൻ്റെ അവസാനം വരുമ്പോൾ ഇവളുടെ ഐഡൻറ്റിറ്റി എടുക്കുന്നത് ദ ബ്രൈഡ്. അതാണ് ഇവളുടെ ഐഡൻറ്റിറ്റി എന്ന രീതിയിൽ ഇവളത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ദ ബ്രൈഡ് അറിഞ്ഞാൽ മതി. അല്ലാണ്ട് ഇവളുടെ ഈ പേരോ ആ പേരോ അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രൈഡ് ഓഫ് ഫ്രാങ്കസ്റ്റൈനും അല്ല ബ്രൈഡ്. പിന്നെ ഇതാണ് ഈ പടത്തിൽ പറയുന്നൊരു കാര്യം. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, ഐമാക്സിലാണ് കണ്ടത്. ഞാൻ പൊതുവെ ഐമാക്സിൽ സബ് ടൈറ്റിൽ കിട്ടാറുണ്ട്. സബ് ടൈറ്റിൽ ഇല്ലാണ്ടാണ് ഈ പടം കണ്ടത്. 2 മണിക്കൂർ 8 മിനിറ്റ് എന്തോണ്ട്. എയർ റേറ്റഡ് ആണ് പടം. ന്യൂഡിറ്റി, സെക്ഷുവൽ കണ്ടൻറ്റ്, വയലൻസ് ആണ് മെയിൻ. ഒരു ഇതൊക്കെ വെച്ച് ഒരു പടം. ഐമാക്സിൽ കാണാതെ ഫിലിംഡ് ഫോർ ഐമാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടാലേ ഒരു സംഭവം വർക്കാവുള്ളൂ. ഇത് നോർമൽ സ്ക്രീനിൽ കണ്ടാൽ ഞാൻ മേ ബി പടത്തിന് പുറത്തു പോകും. കാരണം നോർമൽ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഐമാക്സിൽ പറഞ്ഞ ഷോ ഇല്ല. അപ്പോൾ ഞാൻ സാഹചര്യം കൊണ്ട് ഇതൊരു നോർമൽ സ്ക്രീനിൽ കണ്ട സ്കോപ്പ് സ്ക്രീനേ ഉണ്ടാവുള്ളൂ. 2.39:1 സ്ക്രീനിലായിരിക്കും പിന്നെ കാണാം. അപ്പോൾ എത്ര വിഷ്വൽസ് മേലേന്നും താഴേന്നും കട്ടായി പോകുന്നത് നോക്കി. ഇപ്പോൾ ഞാൻ 1.90:1 ഐമാക്സ് സ്ക്രീനിലാണ് കണ്ടെങ്കിലും 1.43:1 റേഷ്യോയിലാണ് ഈ പടം എടുത്തേക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അവതാർ ഇപ്പോൾ ഫയർ ആൻഡ് ആഷ് എനിക്ക് അങ്ങനെ വർക്കായൊരു പടമല്ല. പക്ഷേ ഞാനത് വനിതയെ കണ്ടു. പിന്നീടാണ് ഞാനത് കോയമ്പത്തൂർ ഐമാക്സിൽ കാണുന്നത്. 1.90:1 കണക്കിൽ ഉള്ള റേഷ്യോയിൽ ഐമാക്സിൽ കാണുന്നത്. സിനിമ എന്തോ ആയിക്കോട്ടെ, പക്ഷേ 2 സ്ക്രീനിലും കിട്ടിയ എക്സ്പീരിയൻസ് ഡിഫറെൻ്റാണ്. ഇപ്പോൾ ബ്രൈഡ് എന്നൊരു പടം ഐമാക്സിൽ കണ്ടപ്പോൾ അതും പ്രോപ്പർ 1.43 ഇതിലല്ല, 1.90 ആണെങ്കിലും ആ ഒരു വിഷ്വൽസ് കിട്ടില്ലായിരുന്നു. കാരണം കൊച്ചി ഐമാക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 340 റുപ്പീസിന് ആണ് ഞാൻ കാണുന്നത്. 4K ലേസർ പ്രൊജക്ഷനിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും കളേഴ്സും ഒരു മേക്കിംഗ് ഒക്കെ ഓസമാണ്. പടം എനിക്ക് ഓക്കെ കിട്ടില്ല പടമൊന്നുമല്ല, കണ്ടിരിക്കുക എങ്ങനെയൊക്കെയോ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു വിഷ്വൽസ് നല്ലതായത് കൊണ്ട് തന്നെ കണ്ടിരുന്നു. പിന്നെ തീർച്ചയായും ഇത് ഇങ്ങനെ പറയാൻ പറ്റില്ല. ക്രിസ്ത്യൻ ബെയിൽ അതൊരു ഫാക്ടറാണ് ഞാൻ ഈ പടം കാണാൻ വിചാരിച്ചതിൻ്റെ. പക്ഷേ ക്രിസ്ത്യൻ ബെയിൽ അല്ല ഈ പടത്തിലെ നായികയുടെ പടമാണ് ദ ബ്രൈഡ്. അതാണ് ആ പേര് അങ്ങനെ എടുത്തിട്ടേക്കുന്നത്. ദ ബ്രൈഡ് ഓഫ് ഫ്രാങ്കസ്റ്റൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവരെടുത്തില്ല. ആ ഒരു ഇത് ഫീൽ ചെയ്യണം, ഇൻഡിവിജ്വാലിറ്റി ഫീൽ ചെയ്യണം. ഒരു വുമൺ ഒരു എംപവർമെൻറ്റ് സാധനമാണ് വർക്കാക്കാൻ നോക്കിയത്. അങ്ങനെയായിരുന്നു ഈ പടം. പെർഫോമൻസ് വൈസ് 2 പേരും കിടിലനാണ്. ആക്ട്രസ് വെയിറ്റേജ് ഉള്ളത് ആക്ട്രസിനാണ്. ക്രിസ്ത്യൻ ബെയിലിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. ആളുടെ പിന്നെ ഇതിന് മുമ്പത്തെ പടങ്ങൾ അറിയാലോ. ആക്ച്വലി ഇത് ക്രിസ്ത്യൻ ബെയിലിൻ്റെ പടം എന്ന് പറയാനും പറ്റില്ല. പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു ആക്ട്രസിൻ്റെ കഥാപാത്രത്തിനാണ് ആ വെയിറ്റേജ് പോയേക്കുന്നത്. പിന്നെ പടത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതൊക്കെ തന്നെ. പിന്നെ കുറേയൊക്കെ വിട്ടുപോയി, ഇതൊക്കെയാണ് ഓർമ്മ വന്നത്. അപ്പം അങ്ങനെയായിരുന്നു ബ്രൈഡ്. തീരെ ഷോസ് ഇല്ല, ആൾക്കാർ കുറവാണ്. എന്തുകൊണ്ടും ഐമാക്സിൽ കാണാൻ പറ്റി ഭാഗ്യം. അപ്പോൾ ആ ഒരു വിഷ്വൽസ് ഏകദേശം നല്ല രീതിയിൽ കിട്ടി, നല്ലൊരു ക്ലാരിറ്റിയിൽ കിട്ടി. അപ്പം അങ്ങനെയായിരുന്നു എനിക്ക് ബ്രൈഡ്. ഓക്കെ, ഒരു കണ്ടിരിക്കാം ടൈപ്പ് ഒരു പടം. ഇത് ഫോണിൽ കാണുമ്പോൾ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. നോർമൽ സ്കോപ്പ് സ്ക്രീനിൽ കണ്ട എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഐമാക്സ് സ്ക്രീനിൽ കാണുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊരു എക്സ്പീരിയൻസ് നൈസായിരുന്നു. പക്ഷേ സിനിമ ഓക്കെ ഒരു പടം.